സംസ്ഥാന സമിതി അംഗങ്ങൾ വരെ പ്രതി ചേർക്കപ്പെട്ടു. കൊടിസുനി അടക്കമുള്ള കൊടും കുറ്റവാളികൾ CPM കോട്ടയായ മുടക്കോഴിമലയിൽ പാർട്ടി ഒരുക്കിയ ഒളിത്താവളത്തിൽ നിന്ന് പിടിയിലായി. കേസിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചവർ കുറ്റപത്രം കോടതിയിലെത്തിയതോടെ വിചാരണ തന്നെ അട്ടിമറിക്കാൻ സംഘടിത ശ്രമം നടത്തി. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പ്രസ്താവിച്ച കൊടും കുറ്റവാളികളടക്കമുള്ളവർക്ക് കോടികൾ വാരിയെറിഞ്ഞ് ഏറ്റവും പ്രഗത്ഭരായ 1 ഡസനിലധികം ക്രിമിനൽ അഭിഭാഷകരെയാണ് പാർട്ടി നേതൃത്വം അണിനിരത്തിയത്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾ വരെ പണവും പിന്തുണയുമായി ജയിലിലെത്തി. 100 കണക്കിന് പ്രോസിക്യൂഷൻ സാക്ഷികളെ മൊഴിമാറ്റിക്കാൻ CPM നേതൃത്വം നടത്തിയ നാണംകെട്ട നീക്കങ്ങൾ നമ്മുടെ നീതിന്യായ ചരിത്രത്തിലെ തീരാകളങ്കമായി. 40ലധികം പ്രതികളെ വിട്ടയച്ചുവെന്ന് വീമ്പ് പറയുന്നവർ 52 സാക്ഷികളെയാണ് പണവും പ്രലോഭനവും ഭീഷണിയും കൊണ്ട് കൂറുമാറ്റിച്ചത്. സത്യത്തെയും നീതിയെയും പച്ചക്കറുത്തവസാനിപ്പിക്കാനുള്ള CPM നേതൃത്വത്തിന്റെ എല്ലാ സംഘടിത ശ്രമങ്ങൾക്കും ശേഷം കേസിന്റെ വിധി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞനന്ദനും കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രനും ബ്രാഞ്ച് സെക്രട്ടറി മനോജനും ലംബു പ്രദീപനും പിന്നെ കൊലയാളികളായ 7 അംഗ സംഘവും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൊലയാളികൾ വെറും ഉപകരണങ്ങൾ മാത്രമാണെന്നും രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണ് കൊലയ്ക്ക് കാരണമെന്നും അസന്നിഗ്ധമായി കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നു. 2 വർഷത്തോളം CPMന്റെ ഉന്നത നേതൃത്വം നടത്തിയ പ്രചരണങ്ങളെല്ലാം പെരും കള്ളങ്ങളായിരുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ കോടതിയിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കോടതി വിധിക്ക് ശേഷവും സത്യത്തെ അംഗീകരിക്കാൻ CPM നേതൃത്വം തയ്യാറായില്ല. കൊലയാളി സംഘത്തിന്റെ സുഖവിവരം തേടി പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തന്നെ നേരിട്ട് ജയിൽ സന്ദർശിച്ചു. കൊലയാളി സംഘം വാ തുറന്നാൽ ഉന്നത നേതാക്കൾ അഴിക്കകത്താകുമെന്ന ഭീതിയാണ് കേരളത്തിന് മുമ്പാകെ തെളിയിക്കപ്പെട്ടത്. കേരള നിയമസഭയ്ക്കകത്ത് ചരിത്രത്തിലാദ്യമായി കൊട്ടേഷൻ കൊലയാളി സംഘത്തിന് വേണ്ടി സബ്മിഷൻ അവതരിപ്പിച്ച് CPM നേതൃത്വം നാണം കെട്ടു. ഒടുവിൽ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും KC രാമചന്ദ്രന്റെ കരാർപ്പണി കഥയും. CPIM ബാലുശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും TPയുടെ ഭാര്യാപിതാവുമായ KK മാധവനാണ് TPയെ കൊല ചെയ്തത് പാർട്ടിയാണെന്ന സംശയമുന്നയിച്ച് പോളിറ്റ് ബ്യൂറോയ്ക്ക് ആദ്യമായി പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കൊലപാതക കേസ് അന്വേഷണ കമ്മീഷൻ പാർട്ടി രൂപം നൽകിയത്. പ്രസ്തുത അന്വേഷണ കമ്മീഷൻ ഇന്നോളം മാധവേട്ടനെ കണ്ടിട്ടില്ല. മറ്റാരോടെങ്കിലും മൊഴിയെടുത്തതായി അറിയില്ല. ഈ കമ്മീഷനിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന ചോദ്യത്തിന് CPM നേതൃത്വം ഒരു മറുപടിയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. സ്വയം പരിഹാസ്യമാവുന്ന കരാർപ്പണി കഥയുമായി രംഗത്തെത്തുമ്പോൾ പാർട്ടി നേതൃത്വം മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. കരാർപ്പണി മുടങ്ങി ഗതികെട്ട രാമചന്ദ്രൻ എങ്ങനെ ലക്ഷങ്ങൾ മുടക്കി കൊട്ടേഷൻ ഉറപ്പിച്ചു? കേസ് നടത്താനുള്ള കോടികൾ രാമചന്ദ്രന് എവിടെ നിന്ന് ലഭിച്ചു? ഏതാണ്ട് 2 കൊല്ലത്തോളം നേതൃത്വമേൽപ്പിച്ച ചുമതലയുമായി ഒരു പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒരു ദിവസം പോലും ഒഴിഞ്ഞു പോകാതെ TP കൊലക്കേസ് പ്രതികളുടെ ക്ഷേമം നോക്കി മാറാട് കോടതിയുടെ തിണ്ണനിരങ്ങിയതെന്തിന്? ഏതായാലും ഒരു കാര്യം ആശ്വസിക്കാം. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതായും കൊല നടത്തിയത് ഒരു CPM നേതാവാണെന്നും നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. എന്തിനാണ് കൊന്നതെന്ന് മാറാട് കോടതി വിധിയിൽ എഴുതിയിട്ടുണ്ട്. 2 കൊല്ലക്കാലം പാർട്ടിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ പ്രമാദമായ ഒരു കൊലക്കേസ് പ്രതിയായ പാർട്ടി അംഗത്തെ നടപടിയെടുത്ത വിവരമറിയിക്കാൻ 3 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് കണ്ണൂർ ജയിലിലെത്തിയത്. സ്വന്തം മകളുടെ ഭർത്താവിനെ കൊന്നതിൽ
പാർട്ടിയുണ്ടെന്ന് സംശയിച്ചുപോയ കുറ്റത്തിന് പുറത്താക്കപ്പെട്ട കെ മാധവൻ എന്ന വയോധികനായ പാർട്ടി പ്രവർത്തകനെ തേടി ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും ആ വീടിന്റെ പടി കയറി വന്നിട്ടില്ല. കേസിന്റെ ഉന്നതതല ബന്ധങ്ങളിലേക്ക് അന്വേഷണം വേണമെന്ന കേരളത്തിന്റെ പൊതുജന മനസാക്ഷിയുടെ ആവശ്യം വീണ്ടും ഉയർത്തപ്പെട്ടു. സഖാവ് കെ രമയുടെ നീതിക്കായുള്ള പോരാട്ടത്തെ നെഞ്ചേറ്റാൻ അനന്തപുരിയിലെ സഹനസമരമുഖത്തേക്ക് ഇരമ്പിയെത്തിയത് കേരളീയ മനസ്സിന്റെ പരിച്ഛേദമാണ്. TP മുന്നോട്ടുവെച്ച ഭാവിയുടെ രാഷ്ട്രീയ പോരിടങ്ങളിലേക്ക് മുഖ്യധാരകൾ അവഗണനയുടെ ചവറ്റുകൊട്ടകളിലെറിഞ്ഞ ഇരകളുടെ നിലവിളികളിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. 51 തവണ വെട്ടിയിട്ടും നുണവാളുകളാൽ നുറുക്കിയിട്ടും ഇപ്പോഴും ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുന്നു. അങ്ങനെയുണ്ട് ചിലത്, എത്ര വെട്ടിയാലും മരിക്കാത്തത്, നാടിന്റെ ചോരയിൽ ജീവന്റെ തിരിയിട്ട് ഒരു കാലവും അണഞ്ഞു പോകാത്ത ചിലത്. സഖാ